അപ്പോൾ നമ്മുടെ ക്യൂൻസ്റ്റൗൺ ട്രിപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും ഉണ്ട്, മൈജേനുണ്ട്, ചേച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് ഞങ്ങളങ്ങനെ ഫ്ലൈറ്റിന് 2 മണിക്കൂർ മുമ്പ് തന്നെ ഞങ്ങൾ വെല്ലിംഗ്ടൺ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്തു. എന്നിട്ട് ചെറിയ രീതിയിലൊരു ലൈറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ഫ്ലൈറ്റിൽ കയറിയ പിന്നെ അവിടെ എത്തണമല്ലോ, അപ്പോൾ ചെറിയ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊരു കോഫിയും അതുപോലെ ചിക്കൻ പായും എല്ലാം കഴിച്ച് ഒന്ന് സെറ്റായി. അപ്പോഴാണ് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഫ്ലൈറ്റ് ഒരു 4 മണിക്കൂർ ഡിലേ ആയി ബിക്കോസ് ഓഫ് റിയലി ബാഡ് വെതർ. വെല്ലിംഗ്ടണിൽ നമുക്ക് വെതർ ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോലും ഫൈനലി ഫ്ലൈറ്റിന് ബോർഡ് ചെയ്യാൻ ടൈമായി. ഞങ്ങൾ ബോർഡിങ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഫൈനലി നമ്മുടെ ലോങ് ടൈം വെയിറ്റിംഗ് ആ ക്യൂൻസ്റ്റൗൺ ഫ്ലൈറ്റ് ഇവിടെ നമ്മൾ യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് വ്യൂ ഫ്രം ദി ഫ്ലൈറ്റ്. ഇറ്റ് വാസ് റിയലി ഇൻസൈൻ. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ബ്യൂട്ടി. അങ്ങനെ ഫൈനലി നമ്മൾ ക്യൂൻസ്റ്റൗൺ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. വൺ ഓഫ് ദ ബെസ്റ്റ് ബ്യൂട്ടിഫുൾ എയർപോർട്ടാണ് വേൾഡിലെ ക്യൂൻസ്റ്റൗൺ. നമുക്ക് ചില സമയങ്ങളിൽ വെതറിൻ്റെ ഒരു ഇഷ്യൂസ് കാരണം നമുക്ക് ലാൻഡിങ് ഒക്കെ മോശമാവാറുണ്ട്. പക്ഷേ ഇറ്റ് വാസ് റിയലി സ്മൂത്ത് ലാൻഡിങ്. നല്ല അടിപൊളിയായിട്ടായിരുന്നു. അങ്ങനെ ബാഗേജൊക്കെ കിട്ടി പുറത്തിറങ്ങി. എപ്പോഴും ഞങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ മഴയായിരിക്കും, അതുപോലെ തന്നെ ഇവിടെയും മഴ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഞങ്ങളൊരു ബ്ലെസ്സിങ് ആയിട്ടാണ്, ഞങ്ങൾ എവിടെ പോയാലും കുറച്ച് സമയത്ത് മഴയുണ്ടായിരിക്കും, പിന്നെ വെതർ ഓക്കെ ആയിരിക്കും. ജിഷ ചേച്ചിയുടെയും തച്ചുവിൻ്റെയൊക്കെയാണ് ഈ ആദ്യത്തെ ക്യൂൻസ്റ്റൗൺ സൗത്ത് ഐലൻഡ് ട്രിപ്പാണ്. അതുകൊണ്ട് അവർ റിയലി എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ റെൻ്റൽ പിക്കപ്പിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ബാഗും എല്ലാം വന്ന് അവർ പിക്ക് ചെയ്യാൻ വേണ്ടി വരും എയർപോർട്ടിൽ. അങ്ങനെ ആദ്യം നമ്മൾ ഫ്രാങ്ക്ടണിലേക്കൊന്ന് പോയി. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒന്നും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫ്ലൈറ്റ് ഡിലേയും അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ കംപ്ലീറ്റ് പ്ലാൻ റൂയിൻഡ് ആയിരുന്നു ഫസ്റ്റ് ഡേ. അങ്ങനെ നമ്മളൊരു ലൈറ്റ് ലഞ്ച് കഴിച്ചു. എന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് നമ്മൾ ഗ്ലെനോക്കി പോകാനായിരുന്നു. പക്ഷേ ഡിലേ കാരണം നമ്മളെ പ്ലാൻ മൊത്തത്തിൽ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. ദെൻ വി ഫൈനലി ഡിസൈഡഡ് ജസ്റ്റ് ടു ഗോ ടു ക്യൂൻസ്റ്റൗൺ സെൻട്രൽ ആൻഡ് ജസ്റ്റ് എക്സ്പ്ലോർ ദി ലേക്ക് ഫ്രണ്ട്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. പോകുന്ന വഴിയിലെ വിഷ്വൽസാണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് ഒരിക്കലും നമ്മൾ കണ്ണുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തതാണ്. കണ്ണുകൊണ്ട് കാണുന്ന ബ്യൂട്ടി ഒരിക്കലും എനിക്ക് ക്യാമറയിൽ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റാറുമില്ല. അങ്ങനെ ഞാൻ ഡ്രൈവിങ്ങും കാര്യമൊക്കെ ആയിട്ടിരിക്കുന്നു. എനിക്ക് ഡ്രൈവിങ് ഇഷ്ടമാണ്. ഈ കാണുന്നതെല്ലാം അവിടുത്തെ ഓരോ ഹോട്ടൽസും പല റിസോർട്ട്സും എല്ലാം ആണ്. ഇറ്റ്സ് വൺ ഓഫ് ദി പോപ്പുലർ ഡെസ്റ്റിനേഷൻ. അങ്ങനെ ഫൈനലി നമ്മളിപ്പോൾ കാണുന്നത് ലേക്ക് ഫ്രണ്ടാണ്. ഞങ്ങൾ വൈകുന്നേരമാണ് എത്തിയത്. ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളും അതുപോലെ കുറച്ച് നേരം അതിലൊക്കെ നടന്നു ജസ്റ്റ് റിലാക്സ് ചെയ്തു. വീഡിയോസും പിക്ചേഴ്സും എല്ലാം എടുത്ത് ആ ബ്യൂട്ടിയിൽ നമ്മൾ അങ്ങോട്ട് എന്താ പറയുക അലിഞ്ഞു ചേർന്നിക്കാണ്. ഇറ്റ്സ് ബീൻ റിയലി നൈസ് വെതർ. ഫൈനലി ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ രാവിലത്തെ ഒരു ചെറിയൊരു മഴയ്ക്ക് ശേഷം നമ്മൾ ഇറങ്ങിയപ്പോഴുള്ള മഴയ്ക്ക് ശേഷം നല്ലൊരു വെതറിലേക്ക് മാറി തുടങ്ങി. എന്നത് ക്യൂൻസ്റ്റൗണിലെ ഏൺസ്ലോ എന്ന് പറഞ്ഞൊരു ബോട്ട് സർവീസാണ്. ഇത് ഇപ്പോഴും കൽക്കരിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബോട്ട് സർവീസാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പോകുമ്പോൾ നമുക്ക് ക്യൂൻസ്റ്റൗണിൻ്റെ എൻ്റെ ബ്യൂട്ടി നമുക്ക് ഒരു ലേക്ക് വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ജസ്റ്റ് ഒരു ഈവനിങ് വാക്കിന് ശേഷം നമ്മൾ പോകുന്നത് ടിയാനു. അതായത് നമ്മുടെ നെക്സ്റ്റ് ഡേ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് ഡേ മിൽഫോർഡ് സൗണ്ട്സ് ആണ്. അപ്പോൾ അങ്ങോട്ട് 4.5 മണിക്കൂർ സ്ട്രെയിറ്റ് ഡ്രൈവ് ക്യൂൻസ്റ്റൗണിൽ നിന്ന് ഉള്ളത് കൊണ്ട് നമ്മൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ അക്കോമഡേഷൻ എടുത്തിരിക്കുന്നത്. സോ നമുക്ക് അതിരാവിലെ ഒന്നും എണീറ്റ് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് റിലാക്സ് ചെയ്ത് പോകാം. സോ നമ്മൾ പോകുന്നു ടിയാനു. പോകുന്ന വഴി നമ്മൾ ക്യൂൻസ്റ്റൗൺ സെൻട്രൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. നമുക്ക് കാണാം ഓട്ടം ലീവ്സൊക്കെ എല്ലായിടത്തും കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് എ സ്റ്റാർട്ട് ഓഫ് ഓട്ടം സീസൺ ആക്ച്വലി. അതുകൊണ്ട് നമുക്ക് നല്ലൊരു യെല്ലോ റെഡിഷ് ലീഫ് എല്ലാം കാണാൻ പറ്റി. ആൻഡ് ഇറ്റ്സ് എ പെർഫെക്റ്റ് സീസൺ ടു വിസിറ്റ് ക്യൂൻസ്റ്റൗൺ ആസ് വെൽ. ഒരുപാട് തണുപ്പില്ല, ഒരുപാട് ചൂടില്ല. ഇറ്റ്സ് എ പ്ലസന്റ് വെതർ ആക്ച്വലി. അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിച്ചു ടു ടിയാനു. പോകുന്ന വഴി എനിക്കും കാണണം, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡ്രൈവിങ്ങിലാണെങ്കിൽ പോലും ഞാൻ സൈഡിലേക്കൊക്കെ നോക്കും.
അങ്ങനെ ഡേ 2 മോർണിംഗ് ആയി. കഴിഞ്ഞ ദിവസത്തെ അക്കോമഡേഷനോ രാത്രി കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റിയില്ല, നല്ല ടയേർഡായിരുന്നു. അങ്ങനെ ഓൺ ദ വേ ടു മിൽഫോർഡാണ്. ന്യൂസിലൻഡിലെ ലോങ് ഡ്രൈവിൽ എനിക്ക് എപ്പോഴുമുള്ള ഒരു ഫ്രണ്ടാണ് മൊഖ. എനിക്ക് കോഫി ഇല്ലാതെ എനിക്ക് ലോങ് ഡ്രൈവുകൾ അന്യ ബുദ്ധിമുട്ടാണ്. ആൻഡ് ഇറ്റ്സ് മേക്സ് മീ റിഫ്രഷ് മീ ബൈക്കിൽ ചേച്ചിയും ചേട്ടനും അവരുടെ സ്നേഹമൊക്കെ പങ്കിട്ട് ഇരിക്കുകയാണ്. യാത്രകളിൽ ഒരു കുടുംബം കൂടിയുള്ളത് നമുക്ക് എപ്പോഴും ഒരു ഹാപ്പി ഒരു മൊമെൻ്റാണ്. നമ്മളങ്ങനെ പോകുന്ന വഴി ആദ്യം കണ്ട ഒരു വ്യൂ പോയിൻ്റ് ആയിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല ഫോഗി ആയിട്ടുള്ളൊരു വെതറായിരുന്നു. ഒരു ചെറിയൊരു അരുവിയും എല്ലാം കൊണ്ടും നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. തച്ചുവാണ് എല്ലാ വീഡിയോയും പകർത്തുന്നത്. അവളുടെ കയ്യിൽ പിന്നെ ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ അവളെല്ലാം തന്നെ ഇങ്ങനെ വെറുതെയാണല്ലോ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മിൽഫോർഡിലേക്ക് പോകുന്ന ഓൺ ദ വേ ആണ്. അപ്പോൾ പോകുന്ന വഴി ഒരു ചെറിയൊരു ലുക്കൗട്ട് പോയിന്റ് കണ്ടു. അപ്പോൾ അവിടെ നിർത്തി. നല്ല ഫോഗാണ്, അതുകൊണ്ട് മലയൊന്നും കാണാൻ മേല. പക്ഷേ ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ ടു സീ ഹിയർ. ഐ വിൽ ഷോ യു ഗൈസ്. ഇത് കണ്ടോ, അത്ര അതിമനോഹരമായിട്ടാണ് ആ ഫോഗും അതുപോലെ ലോങ് റോഡ്സും എല്ലാമായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. It's really amazing. No words to describe this one. എല്ലാവരും ന്യൂസിലാൻഡിനെ ഡിസ്ക്രൈബ് ചെയ്യും പോലെ ഞാനും പറയും ലാൻഡ് ഓഫ് വൈറ്റ് ലോങ് ക്ലൗഡ്സ് ആൻഡ് ലോങ് റോഡ്സ്. അങ്ങനെ ഡേ 2 ഫസ്റ്റ് സ്റ്റോപ്പ് മിറർ ലേക്ക്. പോയി ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് മിറർ റിഫ്ലക്ഷൻ കാണാൻ പറ്റുമെന്ന്. നമ്മൾ മിറർ ലേക്കിലെത്തി. ഞാനും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അതേ മൈച്ചേട്ടനൊക്കെ പുറകിൽ വരുന്നുണ്ട്. ഇത് മിറർ ലേക്ക് എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് പറഞ്ഞ പോലെ തന്നെ മഴയുള്ളതുകൊണ്ട് മറ്റേ ലേക്കിൽ മിറർ റിഫ്ലക്ഷൻ കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ യൂഷ്വലി ഈ ലേക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അവിടെ ഒരു മൗണ്ടൻ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ മിറർ റിഫ്ലക്ഷൻ ഇതിനകത്ത് എപ്പോഴും കാണുന്നതാണ്. നമ്മളെന്താണെങ്കിലും മിൽഫോർഡ് കണ്ട് തിരിച്ചു വരുന്ന വഴി ഒന്ന് നമുക്ക് ഇറങ്ങി നോക്കാം. നമുക്ക് ഇൻ കേസ് നമുക്കൊരു മൗണ്ടൻ്റെ റിഫ്ലക്ഷൻ കിട്ടിയാലോ. എനിവേ, നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ മിൽഫോർഡ് സൗണ്ട് ആണ്, വേൾഡ് 8th വണ്ടർ. സോ വി ഗോയിങ് എഹെഡ്. പോകുന്ന വഴി ഒന്നും പറയാനില്ല. രണ്ട് സൈഡും വലിയ ക്ലിഫുകളും അതുപോലെ വലിയ മൗണ്ടെയ്ൻസും സ്നോ ക്യാപ്ഡ് മൗണ്ടെയ്ൻസും എല്ലാം ആയിട്ടുള്ളൊരു നമ്മളൊരു മാജിക്കൽ വേൾഡിൽ ചെന്ന പോലത്തെ ഒരു ഫീലാണ്. അതുകൊണ്ട് തന്നെ ഈ ലോങ് റോഡ്സ് ആണെങ്കിലും ലോങ് ഡ്രൈവ് ആണെങ്കിലും നമുക്ക് ഒരിക്കലും നമുക്കൊരു ബുദ്ധിമുട്ടില്ല. ഈ കാണുന്നത് ഹോമോ ടണൽ. ഈ ടണൽ വഴിയാണ് നമുക്ക് മിൽഫോർഡിലേക്ക് ആകെ പോകാൻ കഴിയുക റോഡ് മാർഗം. 1.2 കിലോമീറ്റർ ലോങ് ആയിട്ടുള്ളൊരു ടണലാണ്. ആൻഡ് വിച്ച് ഈസ് ബിൽഡ് ത്രൂ ദി സോളിഡ് റോക്സ്. ഇത് 1954 കൺസ്ട്രക്ട് ചെയ്ത് ഓപ്പൺ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ മിൽഫോർഡ് സൗണ്ടിൻ്റെ പാർക്കിങ്ങിലെത്തി. അവിടെ വണ്ടി പാർക്ക് ചെയ്തു. പെർ അവർ $10 പാർക്കിംഗ് ചാർജ് വരുന്നത്. നമ്മൾ 3 മണിക്കൂറത്തേക്ക് നമ്മൾ പാർക്കിംഗ് പേ ചെയ്തു. ദെൻ വി ഫൈനലി റീച്ച്ഡ് പിയോ താഹി.
മിൽഫോർഡ് സൗണ്ട്. ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ക്രൂസ് ഷിപ്പിൻ്റെ, മിൽഫോർഡിലെ ക്രൂസ് ഷിപ്പിൻ്റെ ടെർമിനൽ. അതിൻ്റെ ടെർമിനൽ ബിൽഡിംഗ് ആണ്. നമ്മൾ ഉള്ളിൽ പോയി നമ്മൾ ഓൾറെഡി പ്രീ പർച്ചേസ് ചെയ്തിരുന്നു നമ്മൾ ടിക്കറ്റൊക്കെ. സദേൺ ഡിസ്കവറിയുടെ പാക്കേജ് ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത്. ഞാൻ ഇതിനു മുമ്പ് സദേൺ ഡിസ്കവറി ആയിരുന്നു ഞാൻ ചൂസ് ചെയ്തത്. സോ ഇറ്റ്സ് എ റിയലി ഗ്രേറ്റ് ആൻഡ് ദിസ് ഈസ് എ ഫസ്റ്റ് വ്യൂ ഓഫ് മിൽഫോർഡ് സൗണ്ട്. ഇതിലും ഭംഗിയുള്ള വ്യൂസ് വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഇത് നമുക്ക് ടെർമിനലിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. നമ്മൾ പോകാനുള്ള ക്രൂസാണ് കാണുന്നത്. അതുപോലെ എല്ലാവരും ബോർഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇതിനെക്കുറിച്ച് നമ്മൾ എന്താണ് മിൽഫോർഡ് സൗണ്ട് എന്ന് ഞാൻ പിന്നീട് പറയാം ഈ വീഡിയോയിൽ. എനിവേ നമ്മൾ വി ആർ വെയിറ്റിംഗ് for the exploring Milford Sound. അപ്പോൾ നമ്മൾ going to Milford Sound. മിൽഫോർഡ് സൗണ്ടിൽ ക്രൂസിന് പോവാണ്. ഇതാണ് പുറത്തുള്ള കാഴ്ച. ഇറ്റ്സ് ഓസം. ഇതാണ് നമ്മുടെ മെയിൻ അവതാരക. നമ്മളിപ്പോൾ നമുക്ക് പാസ് കിട്ടി. ഇനി നമ്മൾ ഇതാണ് നമ്മൾ പോകുന്ന ഫെറി. മൈച്ചേട്ടനൊക്കെ ചേച്ചിയൊക്കെ റെഡി ആയിട്ടിരിക്കുന്നു. ചേട്ടനും വ്ളോഗും ചെയ്യാനൊക്കെ ആയിട്ട് നടക്കുവാണ്. ഹലോ, താങ്ക് യു. അച്ഛമ്മ ഇങ്ങോട്ട് നോക്ക്. പ്രൈഡ് ഓഫ് മിൽഫോർഡ്. അതാണ് നമ്മൾ പോകുന്ന ഫെറി. നമ്മൾ ബോർഡ് ചെയ്യാൻ പോവാണ്. ഹലോ, ദിസ് ഈസ് അവർ ബ്യൂട്ടിഫുൾ വെൽക്കം. നമ്മൾ ഉള്ളിലേക്ക് കയറാണ്. ഫൈനലി ഞങ്ങൾ ബോർഡ് ചെയ്തു. ഇനി നമ്മൾ ചെറിയൊരു 2 മണിക്കൂർ ക്രൂസാണ് ഇതിനകത്തുള്ളത്. നമ്മൾ ഇതിൻ്റെ ഐ വിൽ ഷോ യു ഗൈസ്. നമ്മൾ ഇങ്ങനെ ഒരു ക്രൂസായിട്ട് ഇങ്ങനെ പോവാണ്. ഇത് വേറൊരു ക്രൂസ് പോലത്തെ ഒരു ചെറിയൊരു ബോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കടലിടുക്കിലേക്കാണ് പോകുന്നത്. സോ 2 സൈഡിലും വലിയ മൗണ്ടെയ്ൻസും അങ്ങനെയൊക്കെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഇത് സെക്കൻഡ് ടൈമാണ്. ഞാൻ പാരൻസിൻ്റെ കൂടെയാണ് ഇതിനു മുമ്പ് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ഹെർ ഫസ്റ്റ് ടൈം ആൻഡ് ഷീ ഈസ് സോ എക്സൈറ്റഡ്. നല്ല ക്ലൈമറ്റ് ആണ്. അങ്ങനെ നമ്മുടെ ക്രൂസ് ഷിപ്പ് ടെർമിനലിൽ നിന്ന് പതിയെ നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ്. നമ്മൾ ടാസ്മാൻ സീയുടെ അടുത്ത് വരെ പോകും. അപ്പം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞല്ലോ, ഞാൻ ഇതിൻ്റെ ഒരു കാര്യം പറയാമെന്ന്. സോ ഫിയോർഡ് ലൈൻസ് വിച്ച് മീൻസ് ഇറ്റ്സ് റിയലി ടോൾ മൗണ്ടെയ്ൻസ്. ഇത് ശരിക്കും ഗ്ലേഷ്യർ ഇറോഷൻ നടന്നുണ്ടായിരിക്കുന്ന ഒരു കടലിടുക്കാണ്. അതിനുശേഷം കടൽ കയറി അതൊരു കടലിടുക്കായി. പക്ഷെ പോകുന്ന വഴി നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ എന്തുമാത്രം ഹൈറ്റ് ഉണ്ട്. നമുക്ക് വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട് പോകുന്ന വഴി. ഇപ്പോൾ ഈ കാണുന്നത് ബോവൻസ് വാട്ടർഫോളാണ്. അങ്ങനെ 2 മെയിൻ വാട്ടർഫോൾസ് ആണുള്ളത്, ബോവൻസ് ആൻഡ് സ്റ്റെർലിംഗ്. എനിക്കിത് ഇവളെ ഇങ്ങനെ നിർത്തി ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും തന്നെയായിരുന്നു ഫുൾ ടൈം എനിക്ക് പരിപാടി. ഞാനും നിൽക്കുന്നു, അവളും നിൽക്കുന്നു, എല്ലാവരെയും ഞാൻ ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് അതുപോലെ തന്നെ ഇതെന്താ പറയുക, ഒന്നും പറയാൻ പറ്റില്ല.
നമ്മളപ്പോൾ ഇത് ടാസ്മാൻ സീ ആണ്. ഇത് ഏകദേശം ഈ കാണുന്നത് കടലാണ്. കടലിടുക്കിലാണ് നമ്മൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ലിറ്ററലി ഇപ്പോൾ നേരെ കാണുന്നത് കടലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കടലിലേക്ക് വന്നു. പക്ഷേ അവിടെ നമ്മൾ യൂ ടേൺ എടുത്ത് നമ്മൾ കടലിടുക്കിലേക്ക് നമ്മൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോവാണ്. നമുക്ക് ഈ കടലിൻ്റെ ഏകദേശം കടലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, കടൽ ചുരുക്കുന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇറ്റ്സ് റിയലി ഗുഡ്, വണ്ടർഫുൾ. ഇവിടുത്തെ തച്ചുമ ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണ്. ഞാനെൻ്റെ സ്വീറ്റ്നർ ഇട്ടിട്ട് നമുക്കിത് ഫ്രീ ആണ്. കോഫിയും ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ഫ്രീ ആണ്. ഈ കാണുന്നത് ഒരു വൺ ഓഫ് ദി വാട്ടർഫോൾസ് ആണ്, ബോവൻസ് വാട്ടർഫോൾ. അതാണ് എപ്പോഴും ഉണ്ടാകുന്ന ഒരു വാട്ടർഫോളാണത്. പിന്നെ നമ്മൾ പോകുന്തോറും കുറേ ചെറിയ ചെറിയ വാട്ടർഫോൾ കാണും. ആൻഡ് ദിസ് ഈസ് ദ മെയിൻ അട്രാക്ഷൻ, സ്റ്റെർലിംഗ് വാട്ടർഫോൾസ്. നമ്മുടെ ബോട്ട് അതിൻ്റെ അടിയിലായിട്ട് അടുത്തേക്ക് കൊണ്ടുപോവുക ചെയ്യും. അങ്ങനെ 2-2.5 മണിക്കൂർ ക്രൂസിങ് കഴിഞ്ഞ് ഞങ്ങളൊരു സീക്രട്ട് സ്പോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ കുറേ ഇൻസ്റ്റഗ്രാം വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു സ്വിങ് ഉണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു എക്സ്പെഡിഷനിലാണ്. കുറച്ച് നടക്കാനുണ്ടായിരുന്നു. പിന്നെ പോകുന്നവരെല്ലാവരും കൊതുകിൻ്റെ സ്പ്രേ ഒക്കെ വാങ്ങിച്ചിട്ട് പോവുക. നല്ല കൊതുകിൻ്റെ ഒരു ശല്യമുണ്ട്. അങ്ങനെ നമ്മൾ ആ മാജിക്കൽ ഒരു വ്യൂ പോയിന്റിലോട്ട് എത്തി. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്വിങ്. ഇത് എങ്ങനെ ഇതിവിടെ വന്നു എന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മളെപ്പോലെ കാണാൻ പോയ ആരോ ഒന്ന് സെറ്റാക്കിയതാണ്. പിന്നെ കുറച്ച് വീഡിയോ ഞാനും എടുത്തു. കുറേ പ്രഹസനം, അല്ലാതെ എന്തു പറയാൻ. അങ്ങനെ ഞങ്ങളൊരു ലോങ് ഡേ ആയിരുന്നു മിൽഫോർഡിൽ. രാവിലെ 7 മണിക്ക് ഡ്രൈവ് തുടങ്ങിയിട്ട് പ്രട്ടി മച്ച് 2 മണിയായി ക്രൂസ്. ഇനി ജസ്റ്റ് ഒരു വോക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ തിരിച്ച് ക്യൂൻസ്റ്റൗണിലായിട്ട് ഡ്രൈവ് ചെയ്യുകയാണ്. ഒരു 5-5.5 മണിക്കൂർ ലോങ് ഡ്രൈവാണ്. അപ്പോൾ ഇനി ബാക്കി വിശേഷം ക്യൂൻസ്റ്റൗണിൽ. ഓക്കെ, സോ വിൽ സീ യു ഇൻ ക്യൂൻസ്റ്റൗൺ. സ്റ്റേ ട്യൂൺ. തിരിച്ചു പോകുന്ന വഴി ചെറിയൊരു വ്യൂ പോയിന്റ് കണ്ടു. ഒന്നിറങ്ങി എൻജോയ് ചെയ്തു. കുറച്ച് ഫോട്ടോസ് എടുത്തു. അതിനുശേഷം ഞങ്ങൾ പിന്നെ ട്രാവൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. നല്ല, നമുക്ക് കടയിൽ പോലും വാങ്ങിക്കാൻ കിട്ടില്ല, ഇത്ര സൂപ്പർ വെള്ളം. ഇപ്പം ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നോ, നമുക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് മിറർ ലേക്ക് ഒന്നുകൂടി കാണാൻ പറ്റുന്ന നമുക്ക് നല്ലൊരു വ്യൂ കിട്ടി. ആ മൗണ്ടൈൻ്റെ പെർഫെക്റ്റ് റിഫ്ലക്ഷൻ നമുക്ക് ആ വാട്ടറിൽ കിട്ടി. ഞങ്ങൾ ഫൈനലി ബാക്ക് ടു ക്യൂൻസ്റ്റൗൺ ഓൺ ദ വേ. ഒരു അരമണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. അപ്പം അതിനിടയിൽ ഒരു ലുക്ക് ഔട്ട് പോയിൻ്റ് ഉണ്ടായിരുന്നു, ലേക്ക് വക്കറ്റിപ്പോ ലുക്ക് ഔട്ട് പോയിൻ്റ്. അപ്പോൾ അവിടെ ഇറങ്ങി. അപ്പോൾ ഒന്ന് സ്ട്രെച്ച് ചെയ്യലും ഒക്കെ ആയിട്ട് ഒരു ലോങ് ഡ്രൈവ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും ഇറങ്ങി ഒന്ന് കാലൊക്കെ നിവർത്തി. എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ ഇന്നത്തെ ഒരു യാത്ര? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത്? മിൽഫോർഡ്. ചേട്ടനാ? അത് തന്നെ, നല്ലൊരു ഇതായിരുന്നു അല്ലേ? എന്താണ് തച്ചുവിൻ്റെ അഭിപ്രായം? വയ്യാണ്ടായില്ലേ? എല്ലാവരും ഇന്ന് ലോങ് ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വയ്യായികയുണ്ട്. എനിവേ, ഇനി പുതിയ നമ്മുടെ അക്കോമഡേഷൻ നമ്മളിനി ഒരു 3 ദിവസം സെയിം സ്ഥലത്ത് തന്നെയാണ് അക്കോമഡേഷൻ നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഹോം ടൂറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇനി അവിടെ പോകണം, ചെക്ക് ഇൻ ചെയ്യണം. അതിന് ശേഷം ഒന്ന് നൈറ്റ് ലൈഫൊക്കെ ആയിട്ട് ഒന്ന് പുറത്തിറങ്ങണം. ഒന്ന് ക്യൂൻസ്റ്റൗൺ നൈറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, ഭക്ഷണം കഴിക്കണം. ഫെർഗ് ബർഗർ, അതാണ് ഇന്നത്തെ മെയിൻ നമ്മുടെ ഒരു എയിം എന്ന് പറയാൻ. അപ്പോൾ അതിനു വേണ്ടിയാണ് മെയിനായിട്ട് മജുചേട്ടൻ വെയിറ്റിംഗ് ആണ് ഫെർഗ് ബർഗർ കഴിക്കാൻ. അത് വൺ ഓഫ് ദ ഫേമസ് ബർഗറാണ്. അപ്പോൾ ബാക്കിയും കൂടി ഡ്രൈവ് ചെയ്യണം, ടയർഡാണ്. അപ്പോൾ ഇനി ബാക്കി. അപ്പോൾ നമ്മൾ നമ്മുടെ അക്കോമഡേഷനിലെത്തി. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഹോം ടൂർ പോലെ നമ്മൾ കാണിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയൊരു ഏതൊരു റൂം. കൊള്ളാം. നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്കൊരു ചെറിയൊരു ഔട്ട് സ്പേസ് ഉണ്ട്. അവിടെ ജക്കൂസിയൊക്കെ ആയിട്ട് നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ളത്. അതാണ് പുറത്തേക്കുള്ള വ്യൂ. കൊള്ളാം. അത് കഴിഞ്ഞ് ഇത് നമുക്കൊരു അടുത്ത റൂമാണ് ഇങ്ങോട്ട് വരുന്നത്. അതൊരു അടുത്ത മുറി. അതിന് വ്യൂ ഒന്നുമില്ല, എന്നാലും കൊള്ളാം. പിന്നെ ഇത് മേലോട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. മേലോട്ട് വന്നു കഴിയുമ്പോൾ നല്ലൊരു കിച്ചൺ ഉണ്ട്, നല്ലൊരു ലൗഞ്ച്. ഇറ്റ്സ് സൂപ്പർബ്, isn't it? അടിപൊളി. അതാണ് ഇവിടെ നിന്നുള്ള ബാൽക്കണിയുള്ള വ്യൂ. ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് പിന്നെ. അങ്ങനെ ഡേ 2 അവസാനിക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണം, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ക്യൂൻസ്റ്റൗണിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണിക്കാം.